والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برضا الله أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികൾ, കാരുണ്യവനായ പടച്ച തമ്പുരാൻ നമ്മിൽ സംഭവിച്ചു എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും പുറത്തു മാപ്പാക്കി തെരുമാറാകട്ടെ. ശിഷ്ടജീവിതത്തിൽ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കാനും അവസാന മുഅ്മിനായി മരിക്കാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു പരിപൂർണമായ ശിഫ നസീബാക്കുമാറാകട്ടെ. കടം കൊണ്ട് വലയുന്നവർക്ക് അള്ളാഹു കടം വീട്ടാനുള്ള മാർഗങ്ങൾ എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. ലോകത്ത് പ്രയാസപ്പെടുന്ന മനുഷ്യർ, ഫലസ്തീനുകളടക്കം എല്ലാവർക്കും അള്ളാഹു ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പുരാതന ബഗ്ദാദിലൂടെ, ബഗ്ദാദിന്റെ തെരുവിലൂടെ ആ സൂഫിവര്യൻ നടന്നു നീങ്ങുകയാണ്. എന്നും അദ്ദേഹം അതിലെ വരാറുണ്ട്. കാണുന്നവരോടെല്ലാം നന്മ ഉപദേശിച്ചും തിന്മ ചെയ്യുന്നവരോട് തിന്മയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടും അദ്ദേഹം അങ്ങനെ നടന്നു നീങ്ങുമ്പോൾ പെട്ടെന്നായിരുന്നു ഒരു തെമ്മാടി ആ സൂഫിവര്യന്റെ മുന്നിലേക്ക് ചാടി വീണത്. ചാടി വീണ തെമ്മാടി ആ സൂഫിവര്യനെ എങ്ങനെ ചീത്ത വിളിക്കാൻ തുടങ്ങി. ആളുകളെ നന്നാക്കാൻ അറിഞ്ഞിരിക്കുന്നു, ഞങ്ങളൊക്കെ മോശക്കാരായി ജീവിച്ചാൽ നിനക്കെന്താണ് നഷ്ടം? ഇങ്ങനെ ആ സൂഫിവര്യന്റെ മേരെ ആ തെമ്മാടി ഇങ്ങനെ തട്ടിക്കയറുകയാണ്, അദ്ദേഹത്തെ ചീത്ത വിളിക്കുകയാണ്. പക്ഷെ ആ നല്ലവനായ സൂഫിവര്യൻ തിരിച്ചൊന്നും അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം കുറച്ച് നടന്നു നീങ്ങിയതിനു ശേഷം തന്റെ പ്രധാനപ്പെട്ട ശിഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, 2 ദിനാർ എടുത്ത് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇതുകൊണ്ട് 2 കൊട്ട കാരക്ക വാങ്ങി, നല്ല ഈത്തപ്പഴം വാങ്ങി എന്നെ ചീത്ത വിളിച്ച ആ മനുഷ്യന് കൊണ്ടുപോയി കൊടുക്കണം. എന്നിട്ട് അവനോട് പറയണം, നീ കാരക്ക തിന്ന് പച്ചവെള്ളവും കുടിച്ച് കൂടുതൽ ആരോഗ്യവാനായി എന്നെ നന്നായി നീ ചീത്ത വിളിക്കും. നാളെ അള്ളാഹുവിന്റെ അടുക്കൽ പരലോകത്ത് ഞാൻ ഈ മാനഹാനി സഹിച്ചതിന്റെ പേരിൽ ഞാൻ പ്രതിഫലം ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കും. എന്നെ ചീത്ത വിളിച്ചതിന് നിനക്ക് അവിടെ കിട്ടേണ്ടത് കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. സൂഫി പറഞ്ഞതനുസരിച്ച് ആ ശിഷ്യൻ ഈത്തപ്പഴവും വാങ്ങി ആ തെമ്മാടിയുടെ അടുക്കലെത്തി അദ്ദേഹത്തിന് ഇത് സമ്മാനിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു. കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആ തെമ്മാടിക്ക് മനംമാറ്റം സംഭവിക്കുകയാണ്. ഞാൻ ഇത്രയൊക്കെ മോശമായ ഒരു മനുഷ്യനെ ചീത്ത വിളിച്ചിട്ടും എന്നോട് എത്ര സൗമ്യമായിട്ടാണ്, എത്ര സ്നേഹത്തിന്റെ ഭാഷയിലാണ് എന്നോട് സംസാരിക്കുന്നത്. ആ തെമ്മാടിയുടെ ജീവിതത്തെ മാറ്റിമറിച്ചത് ഈ പ്രഗത്ഭനായ സൂഫിയുടെ ഇടപെടലാണ് എന്ന് പുരാതന ബഗ്ദാദിന്റെ ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. കമലാസ്വരയ്യ പലപ്പോഴും പറയാറുണ്ടായിരുന്നൊരു കാര്യമുണ്ട്, വരും കാലങ്ങളിൽ ഇസ്ലാം ലോകത്തെ കീഴടക്കും. പക്ഷെ അത് ആയുധം കൊണ്ടായിരിക്കില്ല, സ്നേഹം കൊണ്ടായിരിക്കും. അവരുടെ വാക്കുകൾ വളരെ യാഥാർത്ഥ്യമാണ്. ഇസ്ലാം ലോകത്തെ കീഴടക്കാൻ പോകുന്നത് ആയുധം കൊണ്ടല്ല, ഇസ്ലാം സ്നേഹം കൊണ്ട് കീഴടക്കാൻ പോകുകയാണ്. വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞതും അത് തന്നെ, വലാ തസ്തവിൽ ഹസനത്തു വല സയ്യിഅ, നന്മയും തിന്മയും ഒരുപോലെയല്ല. അതുകൊണ്ട് ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ,
നിന്നോട് മോശമായി പെരുമാറുന്ന ആളുകളോട് ഏറ്റവും നല്ലതുകൊണ്ട് നീ പ്രതിരോധിക്കുക. അഹ്സൻ എന്ന പദം സൂപ്പർലേറ്റീവാണ്, ഏറ്റവും നല്ലത്. നമ്മളോട് മോശമായി പെരുമാറുന്നവരോട്, നമ്മളെ ചീത്ത വിളിക്കുന്നവരോട് നമ്മളാൽ കഴിയുന്ന ഏറ്റവും മാന്യമായ ഇടപെടൽ, ഏറ്റവും നല്ല പദപ്രയോഗങ്ങൾ, അതിലൂടെ പ്രതിരോധിക്കാനാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ നാട് കേരളം. ഒരു കാലത്ത് കേരളത്തെ നോക്കിയിട്ടാണ് സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് വിളിച്ചത്. അന്നത്തെ സാമൂഹിക അവസ്ഥ അത്രമേൽ മോശമായിരുന്നു. ജാതി സമ്പ്രദായങ്ങൾ ശക്തമായി നിലനിന്നിരുന്ന കാലത്തെയാണ് വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് കേരളത്തെ പരിചയപ്പെടുത്തിയത് ആ കാലത്ത്. പക്ഷെ പിന്നീട് കേരളത്തിൽ ധാരാളം നവോത്ഥാന നായകന്മാരുണ്ടായി. കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തെ മാറ്റിയെടുക്കാൻ വേണ്ടി പാടുപെട്ട വിവിധ മതങ്ങളിൽപ്പെട്ട നവോത്ഥാന നായകന്മാർ. ഇവരെല്ലാവരും കേരളത്തിൽ സംസാരിച്ച ഭാഷ സംയമനത്തിന്റേതാണ്, സമാധാനത്തിന്റേതാണ്. മനുഷ്യരുടെ വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുന്ന ഒരു വാക്കും നവോത്ഥാന നായകന്മാർ ഉച്ചരിച്ചിട്ടില്ല. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 3 മതങ്ങൾ, ആ 3 മതങ്ങളും കേരളത്തിന്റെ തീരത്താണ് വന്നണഞ്ഞത്. അവർ കച്ചവടക്കാരായി കടൽ യാത്ര ചെയ്ത് കേരളത്തിന്റെ തീരത്തെത്തിയപ്പോ ഇവിടുത്തെ ആളുകൾ സന്തോഷത്തോടെയാണ് 3 മതത്തെയും മതക്കാരെയും സ്വീകരിച്ചത്. അങ്ങനെയാണ് കേരളത്തിൽ ഇസ്ലാമിനും ക്രൈസ്തവ മതത്തിനും ജൂതമതത്തിനും ആതിഥ്യമരളി സന്തോഷത്തോടെ ഇവിടെ അവർ സ്വീകരിച്ചു. അങ്ങനെ ഈ കേരളം ഒരു സമാധാനത്തിന്റെ തുരുത്തായി, നല്ലൊരു ഭൂമികയായി, സന്തോഷത്തിന്റെ ഇടമായി കഴിഞ്ഞുപോയിക്കൊണ്ടിരുന്നു. കേരളം എന്നും ഇന്ത്യക്ക്, അല്പം കൂടി കടത്തി പറഞ്ഞ ലോകത്തിന് തന്നെ ഒരു മാതൃകയാവുന്ന സംസ്ഥാനമായിട്ടാണ് കേരളം നിലനിന്നു പോകുന്നത്. നമ്മുടെ രാജ്യത്ത് പലവിധ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ലോകം കണ്ട ഏറ്റവും വലിയ അഭയാർത്ഥി പ്രവാഹങ്ങളിൽ ഒന്നായിരുന്നു 1946-47 കാലഘട്ടത്തിൽ ഇന്ത്യ രാജ്യത്തിന്റെ വിഭജനവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടായിത്തീർന്നത്. ബംഗാളിലെ നഖാവാലി ജില്ലയിൽ ലക്ഷക്കണക്കായ മനുഷ്യന്മാർ അഭയാർത്ഥികളാവുകയും ധാരാളം ആളുകൾ കൂട്ടക്കൊല ചെയ്യപ്പെടുകയും ചെയ്ത ആ സന്നിധ ഘട്ടത്തിൽ ഗാന്ധിജി പോലും സർക്കാരിന്റെ സുരക്ഷയില്ലാതെ, കൂടെ ആത്മരക്ഷയ്ക്ക് ആരുമില്ലാതെ ഒറ്റയ്ക്ക് നടന്നുപോയി നഖാവാലിയിൽ ചെന്ന് സമാധാനത്തിന്റെ സന്ദേശങ്ങൾ കൈമാറിയൊരു സന്ദർഭം. ഇന്ത്യ മഹാരാജ്യം പകച്ചുപോയൊരു സമയമായിരുന്നു അത്. പക്ഷെ അന്നും കേരളം ശാന്തമായിരുന്നു. കേരളത്തിൽ ഈ വിഭജനത്തിന്റെ അലയൊലികൾ, അതിന്റെ പേരിലുണ്ടായ അനിഷ്ട സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. പിന്നീട് നമുക്കറിയാം സിഖ് സമുദായത്തിനെതിരെ ഉണ്ടായ ആക്രമണങ്ങൾ. ഒരു മതസമൂഹം എന്ന നിലയ്ക്ക് സിഖ് സമുദായത്തെ കൂട്ടക്കൊല ചെയ്യപ്പെട്ടപ്പോ കേരളക്കാർ ആ വാർത്ത പത്രത്തിലൂടെയാണ് വായിച്ചറിഞ്ഞത്. കേരളത്തെ അത് ബാധിച്ചിട്ടില്ല. പിന്നീട് 1992 ഇന്ത്യൻ മതേതരത്വത്തെ തകർത്തുകൊണ്ട്, ഇന്ത്യൻ ഭരണഘടനയെ പിച്ചി ചീന്തിക്കൊണ്ട് ഫാസിസ്റ്റ് ശക്തികൾ ബാബരി മസ്ജിദിന്റെ ആ മിനാരങ്ങൾ തല്ലി തകർത്തപ്പോൾ പല സ്ഥലങ്ങളിലും സംഘർഷങ്ങളുണ്ടായി. കേരളം ശാന്തമായിരുന്നു. കേരളത്തിൽ സമാധാനം നിലനിന്നിരുന്നു. 2002 2 പതിറ്റാണ്ടുകളായി ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും 2 പ്രദേശങ്ങളിൽ താമസിച്ചു. ഹിന്ദു പാനി എന്നും മുസ്ലിം പാനി എന്നും വെള്ളത്തിന് പേരിട്ട് വിളിച്ചു. ഹിന്ദുക്കളുടെ ഗ്രാമം വേറെ, മുസ്ലിമിന്റെ ഗ്രാമം വേറെ. ഹിന്ദുവിന്റെ റോഡ് വേറെ, മുസ്ലിമിന്റെ റോഡ് വേറെ. ഇങ്ങനെ പരസ്പരം അകന്നു കഴിഞ്ഞിരുന്ന, സംശയത്തോടെ വീക്ഷിച്ചിരുന്ന 2 സമുദായം 2002 മുസ്ലിം ഉന്മൂലനം എന്ന നിലയ്ക്ക് ഗുജറാത്തിൽ കലാപമുണ്ടായപ്പോൾ, ഭരണകൂടത്തിന്റെ ഒത്താശയോടെ കലാപം അരങ്ങേറിയപ്പോൾ കേരളം സമാധാനത്തോടെ നിലനിന്നു. കേരളത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായില്ല. ഇങ്ങനെ സന്നിഗ്ധ ഘട്ടങ്ങളിൽ രാജ്യം അഭിമുഖീകരിച്ച പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും പ്രശ്നങ്ങളുണ്ടായിത്തീർന്നപ്പോൾ
ഈ കേരളം എന്ന് പറയുന്ന ഈ സമാധാനത്തിന്റെ തുരുത്ത് ഇത് സമാധാനത്തോടുകൂടിയാണ് നിലനിന്നത്. പക്ഷേ ആ സമാധാനം ഇന്നും തീർത്തും നഷ്ടപ്പെട്ടു എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും കേരളത്തിന്റെ മണ്ണിൽ സമാധാനം തകർക്കാനുള്ള ചില ശ്രമങ്ങളൊക്കെ അടുത്ത കാലത്ത് ഉണ്ടായി വരുന്നു എന്നുള്ളത് ആശങ്കയോടുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. കേരളത്തിൽ മുസ്ലിമീങ്ങൾ ഇങ്ങനെ പെറ്റുപെരുകുകയാണ്. കേരളം ഒരു 10-20 വർഷം കഴിഞ്ഞാൽ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാകുമെന്ന് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നുകൊണ്ട് ഒരാൾ പറഞ്ഞു. അതിനെ പിന്തുണച്ചുകൊണ്ട് പിന്നെ പലരും ഇത്തരത്തിലുള്ള വർഗീയമായ പരാമർശങ്ങൾ പറഞ്ഞു. മലപ്പുറം ജില്ലയെ എന്നും പ്രശ്നാധിഷ്ഠിത പ്രദേശമായി കാണാൻ വേണ്ടി ചിലർ ശ്രമിച്ചു. ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ മലപ്പുറം ജില്ല അതൊരു പ്രശ്നമാണ്. അതിനൊരു പ്രശ്നവൽക്കരിക്കാനും പ്രശ്നമായി കാണാനും വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നു. മാറാട് കലാപം എന്ന് പറയുന്ന കേരളത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കലാപം, ആ കലാപം കേരളത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു, അത് സംഭവിച്ചു. പക്ഷെ അതൊക്കെ ഇപ്പൊ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ ഈ സമാധാന അന്തരീക്ഷം തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അതൊരു നല്ല ലക്ഷണമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വെള്ളാപ്പള്ളി മുസ്ലിം സമുദായത്തിനെതിരെ ഇങ്ങനെ പറയുമ്പോൾ ഇത്രയും നാൾ അദ്ദേഹം പറഞ്ഞിരുന്നത് മലപ്പുറത്തെ കുറിച്ചാണെങ്കിൽ ഇപ്പൊ കൊത്തി മുറത്തിക്കേറി കൊത്താൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പ്രദേശത്തെ പോലും ഒരു വർഗീയ പ്രദേശമായി, അല്ലെങ്കിൽ ഇവിടെയുള്ള മുസ്ലിമീങ്ങൾ ഈരാറ്റുപേട്ടക്കാരനാണെങ്കിൽ ഒരു വർഗീയവാദിയാകുന്ന ഒരു അർത്ഥത്തിലേക്ക് നടേശൻ പറഞ്ഞു വയ്ക്കുമ്പോ സത്യത്തിൽ ഈരാറ്റുപേട്ടയുടെ പ്രശ്നം എന്താണ്? ഈരാറ്റുപേട്ടയിൽ ഭൂരിഭാഗം മുസ്ലിമീങ്ങളാണെന്നുള്ളതാണ് പ്രശ്നം. അതൊരു പ്രശ്നമാണോ ശരിക്കും? ഈരാറ്റുപേട്ടയ്ക്ക് ഒരു വേറിട്ട ഒരു കാഴ്ചപ്പാടുണ്ട്. ഇവിടത്തെ രാഷ്ട്രീയത്തിന് ആ കാഴ്ചപ്പാടുണ്ട്, ഇവിടെ മതത്തിനൊരു കാഴ്ചപ്പാടുണ്ട്. ഈരാറ്റുപേട്ടയിൽ ഒരിക്കലും രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടായിട്ടില്ല. ഒരു രാഷ്ട്രീയ കൊലപാതകം ഈരാറ്റുപേട്ട നടന്നിട്ടില്ല. ഇവിടുത്തെ രാഷ്ട്രീയം സൗഹൃദത്തിന്റേതാണ്. എല്ലാ പാർട്ടികളുമുണ്ട്, സൗഹൃദമാണ്. ഇത് ഈരാറ്റുപേട്ടയ്ക്ക് അവകാശപ്പെടാൻ കഴിയുന്ന ഒന്നാണ്. ഇവിടുത്തെ മതം, ഇവിടെ മുസ്ലിം ഭൂരിപക്ഷമാണെങ്കിൽ പോലും മറ്റു മതസ്ഥർ സമാധാനത്തോടെ ജീവിക്കുന്നുണ്ട്. ഇസ്ലാം മുസ്ലിമീങ്ങൾക്കിടയിലുള്ള എല്ലാ സംഘടനകളും ഈരാറ്റുപേട്ടയിലുണ്ട്. പക്ഷേ സംഘടനാ സങ്കുചിതത്വം ഞങ്ങൾക്കില്ല. എല്ലാവരും അവരുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിൽ എവിടെ പ്രശ്നങ്ങളുണ്ടായാലും എവിടെ ദുരിതമുണ്ടായാലും ഈരാറ്റുപേട്ടയുടെ ഒരു ദുരിതാശ്വാസം അവിടെ ഉണ്ടാകും. ഇവിടെ നിന്ന് വണ്ടി പോകും, അവിടെ ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ ഏർപ്പെടും, ഇവിടുത്തെ ഒരു സഹായം അവിടെ എത്തിക്കും. എവിടെ അപകടമുണ്ടായാലും അവിടെ ഓടി എത്തി രക്ഷപ്പെടുത്താനുള്ള സന്നദ്ധ പ്രവർത്തകർ ഈരാറ്റുപേട്ടയിലുണ്ട്. ഇതാണ് ഈരാറ്റുപേട്ടയുടെ പ്രത്യേകത. അപ്പൊ അങ്ങനെയുള്ള മതപരവും മതേതരവുമായ ഒരു വ്യത്യസ്തമായ ഒരു നിലപാട്, ഒരു കാഴ്ചപ്പാട് നിലനിൽക്കുന്ന ഒരു സ്നേഹത്തിന്റെ സംഗമഭൂമിയാണ് ഈ ഈരാറ്റുപേട്ട എന്ന് പറയുന്നത്. ഇത് വെള്ളാപ്പള്ളിക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഒന്നിരിക്കൽ ഇവിടെ പരിസരത്തുള്ള സമുദായാംഗങ്ങളോടൊന്ന് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ കുറച്ചുനാൾ ഇവിടെ വന്നൊന്ന് താമസിച്ചാൽ മതി, ഞങ്ങൾ ആരാണെന്ന് താങ്കൾക്ക് ബോധ്യപ്പെടും. അതുകൊണ്ട് ഈ നാടിന്റെ സൗഹൃദ അന്തരീക്ഷം, ഈ നാടിന്റെ സൽപ്പേര് അതില്ലാതാക്കാൻ വേണ്ടി ആര് ശ്രമിച്ചാലും നടക്കില്ല. ഇത് ഈ നാട്ടുകാരുണ്ടാക്കിയെടുത്ത, നാളുകളായി നാട്ടുകാരുണ്ടാക്കിയെടുത്തൊരു സൽപ്പേരാണിത്. ഈ സൽപ്പേരിനെ ഇല്ലാതാക്കാൻ നടക്കില്ല. സൽപ്പേര് പോകട്ടെ, ഈ നാടിന്റെ പേര് പോലും ഇല്ലാതാക്കാൻ ഒരിക്കൽ ശ്രമം നടന്നില്ലേ? 1970 കാലഘട്ടം, 55 വർഷങ്ങൾക്ക് മുമ്പ് ഇരിക്കുന്ന പ്രായമുള്ള ആളുകൾക്കറിയാമായിരിക്കും, ഈരാറ്റുപേട്ട എന്ന പേര് പോലും ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നു. സർക്കാർ രേഖകളിൽ നിന്നും ഈരാറ്റുപേട്ട എന്ന പേര് മാറ്റി, KSRTC ബസ്സുകളുടെ ബോർഡ് ഈരാറ്റുപേട്ട എന്നത് മാറ്റി. അങ്ങനെ ഈ സ്ഥലനാമം പോലും മാറ്റാൻ വേണ്ടി ശ്രമങ്ങൾ നടന്നു. അന്ന് നമ്മുടെ നാട്ടിന്റെ പ്രിയങ്കരനായ പുത്രൻ കരീം സാഹിബാണല്ലോ മുൻകൈയെടുത്ത് അതിനെതിരെ പ്രവർത്തിച്ചത്. അദ്ദേഹം അന്ന് ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന KM ജോർജിനുമായി ബന്ധപ്പെട്ടു. ജൂലൈ 12-ാം തീയതി KSRTC ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി KM ജോർജ് വരുന്നു. ഇവിടെ സ്ഥലത്തിന്റെ പേര് മാറ്റിയതിനെതിരെ പ്രക്ഷോഭം നടക്കുന്നു. അന്ന് KM ജോർജ് കരീം സാഹിബിന്റെ ആവശ്യം പരിഗണിച്ചില്ല. കരീം സാഹിബ് ചെയ്തത്, അന്ന് ജീവിച്ചിരുന്ന അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ, പ്രതാപിയായിരുന്ന രാഷ്ട്രീയക്കാരൻ,
അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളെ കാണാൻ വേണ്ടി കൊയിലാണ്ടിലേക്ക് പോകാനാണ് തീരുമാനിച്ചത്. ആദ്യം CH ചെന്ന് കണ്ടു. CH കരീം സാഹിബ് പറഞ്ഞത്, എന്റെ നാടിനെ അപമാനിക്കുന്ന ഒരു പ്രവൃത്തി, എന്റെ നാട്ടിൽ ഒരു സംഘർഷമുണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ തന്നെ അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളെ കാണാനുള്ള സൗകര്യം ഒരുക്കണം. CH ചോദിച്ചു, ഇപ്പൊ സന്ധ്യാസമയമായി, കൊയിലാണ്ടിയിൽ പോയി തങ്ങളെ കണ്ട് ശല്യപ്പെടുത്തേണ്ടതുണ്ടോ? കരീം സാഹിബ് അല്പം ശകാരത്തിലാണ്, കയർത്താണ് സംസാരിച്ചത് CH ഇതെന്റെ നാടിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. സാധാരണ സൗമ്യനായി സംസാരിക്കാറുള്ള കരീം സാഹിബ് CH മുന്നിൽ തട്ടിക്കയറുന്നത് കണ്ടപ്പോ CH ബോധ്യമായി ഇതൊരു ഗൗരവമുള്ള വിഷയമാണ്. കരീം സാഹിബിനെയും കൂട്ടിക്കൊണ്ട് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ അടുക്കലേക്ക് പോകുന്നുണ്ട് CH. അവിടെ ചെന്ന് കാര്യം പറഞ്ഞപ്പോ ബാഫക്കി തങ്ങൾ പറഞ്ഞത്, ഞാൻ മുഖ്യമന്ത്രിയെ കണ്ട് ഈ പ്രശ്നം അവതരിപ്പിച്ച് പരിഹാരം കണ്ടുകൊള്ളാം, നിങ്ങളിപ്പോ മടങ്ങിപ്പോവുക. കരീം സാഹിബിനെ തിരിച്ചുവിട്ടു. ഈ ബാഫക്കി തങ്ങൾ അന്നത്തെ ഔക്കാദ് റൂട്ടി നഹാ സാഹിബിന്റെ വീട്ടിലേക്ക്, റൂമിലേക്ക് KM ജോർജിനെ വിളിച്ചു വരുത്തി ബാഫക്കി തങ്ങൾ കൊടുക്കുന്ന നിർദ്ദേശമുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, നിൽക്കരുത് ഇതിന്, ജൂലൈ 12-ാം തീയതി ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനത്തിൽ തങ്ങൾ വരരുത് എന്ന് പറഞ്ഞ ആ ഉദ്യമത്തിൽ നിന്നും ഗതാഗത വകുപ്പ് മന്ത്രിയെ പിന്തിരിപ്പിച്ചത് നമ്മുടെ നാട്ടുകാരൻ കരീം സാഹിബിന്റെ ശ്രമഫലമായിട്ടാണ്. ഞാൻ പറഞ്ഞത്, ഈ നാടിന്റെ പേര് പോലും ഇല്ലാതാക്കാൻ ഒരു കാലത്ത് ശ്രമിച്ചിട്ട് അതിന് നടന്നിട്ടില്ല. പിന്നെയാണോ ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തൊരു സൽപ്പേര് ഇല്ലാതാക്കാൻ വേണ്ടി ഒരു വെള്ളാപ്പള്ളി ശ്രമിച്ചാൽ നടക്കാൻ പോകുന്നത്? അതുകൊണ്ട് ഒരു പ്രദേശത്ത് മുസ്ലിമീങ്ങൾ കൂടുതലായാൽ, അല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ ഒരു മുസ്ലിം ആയാൽ, ആഭ്യന്തര വകുപ്പ് ഒരു മുസ്ലിം ഭരിച്ചാൽ എന്താണ് പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത്? അത് മനസ്സിലാക്കണമെങ്കിൽ ഇന്ത്യയുടെ ഗവർണർ ജനറലും ആഭ്യന്തരമന്ത്രിയും മദ്രാസിന്റെ മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന C. രാജഗോപാലാചാര്യോട് ചോദിക്കണം. അദ്ദേഹം നിങ്ങൾക്ക് പറഞ്ഞു തരും ഒരു പ്രദേശത്ത് മുസ്ലിമുകൾ കൂടിയാൽ എന്താ പ്രശ്നമെന്ന്. C. രാജഗോപാലാചാരി ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബുമായി വളരെ അടുപ്പമുള്ള ആളായിരുന്നു. രാജഗോപാലാചാരി കോൺഗ്രസിൽ പ്രവർത്തിച്ചു. കോൺഗ്രസിൽ നിന്ന് അദ്ദേഹം വേറിട്ട് പ്രത്യേക സംഘടന ഉണ്ടാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു. തമിഴ്നാട്ടിലെ നറങ്കൂരി എന്ന് പറയുന്ന നറങ്കുനേരി എന്ന് പറയുന്ന ഒരു നിയമസഭാ മണ്ഡലം, അവിടെ രാജഗോപാലാചാര്യയുടെ ഈ സംഘടനയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട്. പക്ഷെ രാജാജിക്ക് പേടി, എന്റെ സ്ഥാനാർത്ഥി തോറ്റുപോകുമോ, പാർട്ടിയിലെ പടലപ്പിണക്കങ്ങൾ കാണാനും സ്ഥാനാർത്ഥി തോറ്റുപോകുമോ എന്ന് ഭയപ്പെട്ട രാജാജി ചെയ്തത്, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണിത്, ഈ നിയമസഭാ മണ്ഡലം. അദ്ദേഹം ഖായിദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബിനെ ചെന്ന് കണ്ടിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ പിന്തുണയ്ക്കണം, എന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ് ഇവിടെ നാറുങ്കുനേരിയിൽ എന്റെ സ്ഥാനാർത്ഥി ജയിക്കുക എന്നുള്ളത്. ഖായിദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബ് പിന്തുണ കൊടുത്തു. അദ്ദേഹം അവിടെ വന്ന് പ്രസംഗിച്ചു, പല സ്ഥലങ്ങളിൽ പ്രസംഗിച്ചു. ഇലക്ഷന്റെ റിസൾട്ട് വന്നപ്പോ രാജാജിയുടെ സ്ഥാനാർത്ഥി ജയിച്ചു. തുടർന്ന് രാജാജി ഒരു കത്തെഴുതുന്നുണ്ട് ഖായിദെ മില്ലത്തിന്. അതാണ് രസം. ഖായിദെ മില്ലത്തിന് നന്ദി പറഞ്ഞുകൊണ്ടും അതിന്റെ അടിയിൽ അദ്ദേഹം എഴുതിയ ചില വാചകങ്ങളുണ്ട്. ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്, തമിഴ്നാട്ടിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും മുസ്ലിമീങ്ങൾ ഭൂരിപക്ഷമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ നിർണായകമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു എന്ന് രാജാജി ഖായിദെ മില്ലത്തിന് കത്തെഴുതുന്നുണ്ട്. ആ കത്ത് പ്രസിദ്ധീകരിച്ചു വന്നു. പത്രത്തിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ ആ കത്തിനെ അന്ന് വിവാദമാക്കാൻ വേണ്ടി വർഗീയ ഫാസിസ്റ്റുകൾ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ രാജാജിയുടെ അടുത്തായതുകൊണ്ട് നടന്നില്ല. അതുകൊണ്ട് ഒരു പ്രദേശത്ത് മുസ്ലിമീങ്ങൾ കൂടിയാൽ എന്താ പ്രശ്നമെന്ന് അദ്ദേഹത്തോട് ചോദിച്ചാൽ പറഞ്ഞു തരും. ഞങ്ങൾ വിശ്വാസവഞ്ചന ചെയ്യുന്നവരല്ല, ഞങ്ങൾക്കതറിയില്ല. ഇപ്പോ ഈരാറ്റുപേട്ടയിൽ നിന്നും എവിടെ പ്രശ്നങ്ങൾ ഉണ്ടായാലും, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായാലും ചൂരൽ മലയിൽ ഉൾപ്പെടെ സഹായം എത്തിച്ചു. ഇവിടുന്ന് വാഹനങ്ങൾ പോയി. അപ്പൊ കാസയിലെ ആളുകൾ പറയുന്നത് നിങ്ങൾക്ക് കൊടുക്കാം, ഈരാറ്റുപേട്ടക്കാർക്ക് എവിടെയും സഹായം കൊടുക്കാം, കാരണം സ്വർണം കടത്തിയ പണം നിങ്ങളുടെ കയ്യിലുണ്ടെന്നാണ്. സുഹൃത്തെ, ഞങ്ങൾ സ്വർണം കടത്തിയിട്ടല്ല. ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങളുടെ സമ്പത്തിന്റെ 2.5% പാവപ്പെട്ടവന് കൊടുക്കൽ നിർബന്ധമാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ച പ്രവാചകന്റെ അനുയായികളെ ഞങ്ങൾ. അത് നിർബന്ധമാണ്. അതിലുപരി സ്വതക്കയുണ്ട്. അതുകൊണ്ട് പരലോകത്ത് പുണ്യം കിട്ടാൻ വേണ്ടി എവിടെ പ്രശ്നങ്ങൾ ഉണ്ടായാലും, എവിടെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായാലും ഞങ്ങൾ സ്വർണം കടത്തിയ പൈസയല്ല കൊണ്ടുപോകുന്നത്, ഞങ്ങൾ കച്ചവടം ചെയ്തുണ്ടാക്കിയ ഹലാലായ പൈസ, ഇതാണ് ഞങ്ങൾ കൊണ്ടുപോയി സഹായിക്കുന്നത്. അതുകൊണ്ട് ഇതൊന്നും പറഞ്ഞ് ഞങ്ങളുടെ നാടിനെ ആക്ഷേപിക്കാൻ,
ഞങ്ങളുടെ നാടിന് വർഗീയതയുടെ ചാപ്പ് അടിച്ചു തരാൻ നിങ്ങൾ ആരും നിൽക്കണ്ട. ഈ നാടിനെ കുറിച്ച് അറിയാവുന്നവർക്കറിയാം, ഈ നാട് സൗഹാർദ്ദത്തിന്റേതാണ്, ഈ നാട് സ്നേഹത്തിന്റേതാണ്. ഇനി എന്നാണ് ഈഴവ സമുദായം ഇവിടെ അവഗണിക്കപ്പെട്ടത്? അതൊന്ന് പഠിക്കണമല്ലോ. ഈഴവരെന്നാണ് ഈ കേരളത്തിൽ അവഗണന അനുഭവിച്ചത്. ആരാണ് നിങ്ങളെ അവഗണിച്ചത്? ഈഴവ സമുദായത്തെ സാമൂഹികമായി സാമ്പത്തികമായി അധപ്പതനത്തിലെത്തിച്ചതിൽ മുസ്ലിമീങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? ഒരു പങ്കുമില്ല. അതിന് ചരിത്രം പഠിച്ചാൽ മനസ്സിലാകും. 12ാം നൂറ്റാണ്ട് മുതൽ 19ാം നൂറ്റാണ്ട് വരെ കേരളത്തിൽ നിന്നുന്ന സാമൂഹികമായ അവസ്ഥ അതൊന്നു പഠിക്കണം. ഈ കാലയളവിനിടയിലാണ് ഈഴവ സമൂഹം ചരിത്രത്തിലെ ഏറ്റവും വലിയ പിന്നോക്കാവസ്ഥയുടെ ഗർത്തത്തിലേക്ക് ആണ്ടുപോയത്. ഈ കാലഘട്ടത്തിലാണ്. 19ാം നൂറ്റാണ്ടിലാണ് ഗുരുദേവൻ ജനിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വലിയൊരു ജോലി ഉണ്ടായത്. ഈ പിന്നോക്കക്കാരായ ഈ അഗാധ ഗർത്തത്തിലേക്ക് സാമൂഹികമായി സാമ്പത്തികമായി പിന്തള്ളപ്പെട്ട ഈഴവരെ ഉയർത്തിയെഴുന്നേൽപ്പിക്കാൻ വേണ്ടിയാണ് ശ്രീനാരായണ ഗുരു ശ്രമിച്ചത്. അദ്ദേഹം ഒരു മതം ഉണ്ടാക്കിയില്ല. അദ്ദേഹത്തിന് മതം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞത് മതമേതായാലും മനുഷ്യൻ നന്നായാ മതി എന്നാണ്. ഒരു മതം ഉണ്ടാക്കാൻ ശ്രമിച്ചില്ല. ആ സന്ദേശം വളരെ പ്രസക്തമായിരുന്നു. അദ്ദേഹം മനുഷ്യനെ നന്നാക്കാനാണ് ശ്രമിച്ചത്. സർവമത പാഠശാലകൾ സ്ഥാപിച്ചു ഗുരുദേവൻ. ഏഷ്യയിൽ ആദ്യമായി ഒരു സർവമത പ്രാർത്ഥന സമ്മേളനം സംഘടിപ്പിച്ചത് ശ്രീനാരായണ ഗുരു ആലുവയിൽ. അതിലേക്കൊരു മുസ്ലിം പണ്ഡിതനെ ക്ഷണിച്ചു. ഒരു മുസ്ലിം പണ്ഡിതൻ അവിടെ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. അദ്ദേഹം സ്ഥാപിച്ച ആദ്യത്തെ ക്ഷേത്രത്തിന്റെ ചുമരിൽ എഴുതി വെച്ചത് ജാതിഭേദം മതദ്വേഷം ഒന്നുമില്ലാതെ സർവരും സോദരത്തേനെ വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് ആദ്യത്തെ അദ്ദേഹത്തിന്റെ അമ്പലത്തിന്റെ ക്ഷേത്രത്തിന്റെ മതിലിൽ അദ്ദേഹം എഴുതി വെപ്പിച്ചു. അപ്പൊ നാരായണഗുരു പഠിപ്പിച്ചത് സൗഹാർദ്ദത്തിന്റെ ഭാഷയാണ്. നാരായണഗുരു മനുഷ്യനെ കാണാനാ പഠിപ്പിച്ചത്. മതങ്ങൾക്ക് മുകളിലായിട്ട് മനുഷ്യനെ കാണുക. പക്ഷെ ആരാണ് ഈഴവരെ അധസ്ഥിതരാക്കി മാറ്റിയത്? നമുക്കറിയാം. ഇവിടുത്തെ സാമൂഹിക വ്യവസ്ഥിതി 12 മുതൽ 19 വരെയുള്ള നൂറ്റാണ്ട് കാലം. ഇന്നിപ്പോ ബ്രാഹ്മണ ഫാസിസത്തിലേക്ക് പാലം പണിയുന്ന വെള്ളാപ്പള്ളി മനസ്സിലാക്കണം, നിങ്ങൾ പണിയെടുക്കുന്നത് ബ്രാഹ്മണ ഫാസിസത്തെ അധികാരത്തിലേറ്റി ഈ രാജ്യം ഒരു രാമരാജ്യമാക്കി തീർക്കാൻ വേണ്ടി, മനുസ്മൃതി ഭരണഘടനയാക്കി തീർക്കാൻ വേണ്ടി പണിയെടുക്കുന്ന ഫാസിസ്റ്റുകൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ പണിയെടുക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ചരിത്രത്തിൽ നിങ്ങളെ പിന്നോട്ടടിച്ചത് ഈ ഫാസിസമാണ്. ബ്രാഹ്മണ ഫാസിസമാണ് ഈഴവരെ ചരിത്രത്തിൽ പിന്നോട്ട് കൊണ്ടുപോയത്, സാമൂഹികമായി സാമ്പത്തികമായി. അത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് പിന്നോട്ട് ചിന്തിക്കണം. ഈഴവരെന്ന പേരിലും തീയരെന്ന പേരിലും ചോവന്മാരെന്ന പേരിലൊക്കെയാണ് ഈ സമൂഹം ഇവിടെ അറിയപ്പെട്ടത്. മലബാറിൽ തീയരെന്നറിയപ്പെട്ടു. കൊച്ചി രാജ്യത്തും തിരുവിതാംകൂറിലും ഈഴവർ എന്നറിയപ്പെട്ടു, അല്ലെങ്കിൽ ചോവന്മാരെന്നറിയപ്പെട്ടു. ഈ തീയരെന്ന പേര് പോലും, തീയരെന്ന് പറഞ്ഞ സത്യത്തിൽ ഇവര് സിലോണിൽ നിന്നും മറ്റ് ജാവ ദ്വീപുകളിൽ നിന്നൊക്കെ വന്നവരാണ്. ഈ പേരിന്റെ അർത്ഥം, തീയരെന്ന പേരിന്റെ അർത്ഥം ചീത്ത മനുഷ്യരെന്നാണ്. അതൊരു ജാതി പേരല്ല. എന്തുകൊണ്ടാണ് ഇവരെ തീയർ ചീത്ത മനുഷ്യരെന്ന് വിളിച്ചത്? തമിഴിൽ തീയർ എന്ന വാക്കിന് ചീത്ത മനുഷ്യരെന്ന് അർത്ഥം കൊടുത്തു. ഇവര് കടല് കടന്നു വന്നവരാണ്. അന്നത്തെ യാഥാസ്ഥികരായ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം കടല് കടക്കുക എന്നുള്ളത് ഒരു നല്ല കാര്യമായി മനസ്സിലാക്കിയിരുന്നില്ല. അതൊരു മോശം ഏർപ്പാടാണ് കടൽ യാത്ര. അതുകൊണ്ടാണല്ലോ ഗാന്ധിജി ഉപരിപഠനത്തിന് വേണ്ടി ഇംഗ്ലണ്ടിലേക്ക് പോകുമ്പോ അന്നത്തെ സമുദായ നേതാക്കൾ, യാഥാസ്ഥികരായ സമുദായ നേതാക്കൾ ആഹ്വാനം ചെയ്തു, ഗാന്ധിജിയെ യാത്രയാക്കാൻ ആരും കടൽ തീരത്ത് പോകരുത്. ഈ സമുദായ നേതൃത്വത്തിന്റെ വിലക്ക് ലംഘിച്ച് ഗാന്ധിജിയെ ഇംഗ്ലണ്ടിലേക്ക് യാത്രയാക്കാൻ പോയ ആളുകൾക്ക് 1.25 രൂപ പിഴ ചുമത്തിയെന്ന് ഗാന്ധിജി തന്റെ ആത്മകഥയിൽ എഴുതി വച്ചിട്ടുണ്ട്. ഗാന്ധിജിയെ പോലും കടൽ യാത്രയ്ക്ക് യാത്രയാക്കാൻ വിട്ടതിന്റെ പേരിൽ പിഴ ചുമത്തിയെങ്കിൽ ഒന്നടങ്കം സിലോണിൽ നിന്നും മറ്റും കടല് കടന്നു വന്ന ഈ വിഭാഗക്കാരെ ഈ പേരിൽ വിളിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അതുകൊണ്ടാണ് തീയർ, ചീത്ത മനുഷ്യർ എന്ന പേരിൽ ഇവരറിയപ്പെട്ടത്. ഇനി ഇവരെന്നാണ് ഇവർക്കിവിടെ ഉന്നതി ലഭിച്ചത്? ജൈനമതത്തിനും ബുദ്ധമതത്തിനും കേരളത്തിൽ സ്വാധീനമുണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അന്നാണ് ഇവിടുത്തെ ഈഴവ സമൂഹത്തിന് കുറച്ചൊക്കെ പദവി ഉണ്ടായിരുന്നത്. അന്നവര് തീരെ താഴെയായിരുന്നില്ല.
ജൈനമതക്കാരും ബുദ്ധമതക്കാരുമാണ് ഇവിടെയുള്ള ഈഴവരെ സംസ്കൃതം പഠിക്കാൻ സഹായിച്ചത്, ആയുർവേദം പഠിക്കാൻ സഹായിച്ചത്. ബ്രാഹ്മണ ഫാസിസ്റ്റുകളല്ല. കേരളത്തിൽ നിന്നും ജൈനമതത്തിന്റെയും ബുദ്ധമതത്തിന്റെയും സ്വാധീനം കുറഞ്ഞതോടുകൂടി ബ്രാഹ്മണ ഫാസിസത്തിന് കേരളത്തിൽ ആധിപത്യം ഉണ്ടായി. ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത രീതിയിൽ സമ്പന്നരായ ശക്തരായ ബ്രാഹ്മണ ജാതികൾ കേരളത്തിലുണ്ടായിരുന്നു. രാജാക്കന്മാരെ പോലും ചോദ്യം ചെയ്യുന്ന ബ്രാഹ്മണ കുടുംബങ്ങൾ കേരളത്തിലുണ്ടായിരുന്നു. വരച്ചവരയിൽ രാജാക്കന്മാരെ നിർത്തുന്ന ബ്രാഹ്മണ കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. രാജാക്കന്മാർക്ക് പിഴയിട്ട സംഭവമുണ്ട്. ബ്രാഹ്മണ കുടുംബം രാജാക്കന്മാർക്ക് പിഴയിടുക എന്നൊക്കെ ആലോചിക്കാൻ പറ്റൂ. ഈ ശക്തരായ സമ്പന്നരായ ഈ ബ്രാഹ്മണ ഫാസിസ്റ്റ് ബ്രാഹ്മണ കുടുംബങ്ങളാണ് ഈഴവ സമുദായത്തിനെ അകറ്റി നിർത്തിയത്. അവരാണ് അയിത്തം കൽപ്പിച്ചത്. അവരാണ് ഇവരെ അവർണരാക്കിയത്. ബ്രാഹ്മണനും നായരും ക്ഷത്രിയനും അമ്പലവാസിയും അല്ലാത്തവരെല്ലാം അയിത്തക്കാരനാണെന്നും അവർണനാണെന്നും പ്രഖ്യാപിച്ചത് ഇവരാണ്, ബ്രാഹ്മണരാണ്. ഈ ബ്രാഹ്മണ ഫാസിസത്തിന് വേണ്ടിയാണ് ഇന്ന് വെള്ളാപ്പള്ളി വിടുവേല ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും അതിൽ ഞങ്ങൾക്ക് പങ്കില്ല. നിങ്ങളെ അയിത്തക്കാരാക്കി മാറ്റിയതിൽ ഈഴവൻ നായരിൽ നിന്നും അകലേണ്ട ദൂരം 12 അടിയാണ്. ഈഴവൻ നമ്പൂതിരിയിൽ നിന്നും 32 അടിയാണ്. ഇതൊക്കെ ആരുണ്ടാക്കി? ഞങ്ങൾ ഉണ്ടാക്കിയതാണോ? ബ്രാഹ്മണ മേധാവിത്വമാണ്. ശ്രീ വെള്ളാപ്പള്ളി സർ, നിങ്ങളുടെ സമുദായം നായരെ കണ്ടാൽ 12 അടി മാറി നടക്കണമെന്ന് പറഞ്ഞത് ഞങ്ങളല്ല. നമ്പൂതിരിയെ കണ്ടാൽ 32 അടി മാറി നടക്കണമെന്ന് പറഞ്ഞത് ഞങ്ങളല്ല. ഇവിടെയുള്ള ബ്രാഹ്മണ ഫാസിസമാണ് ഈ നിയമം കൊണ്ടുവന്നത്. നിങ്ങൾ മാറി നടക്കേണ്ടി വന്നിരുന്നു. ഒരു കാലത്ത് അയിത്തോച്ചാടനം ഉണ്ടായിരുന്നു, തീണ്ടലും തൊടിയിലും ഉണ്ടായിരുന്നു. മാറി നടന്നില്ലെങ്കിൽ ബ്രാഹ്മണൻ വരുമ്പോൾ, നായര് വരുമ്പോ എതിരെ വരുന്ന ഈഴവൻ പിന്നോട്ടു പോകണം. ഇല്ലെങ്കിൽ വേലി ചാടി മുട്ടോളം കുഴിയിലിറങ്ങി നിന്ന് വഴിമാറിക്കൊടുക്കണം. പൊതുനിരത്തിലൂടെ പട്ടിയും പൂച്ചയും പന്നിയും നടക്കുന്ന പൊതുനിരത്തിലൂടെ വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം ഈഴവനുണ്ടായിരുന്നില്ല. ഞങ്ങളല്ല നിഷേധിച്ചത്. ഹോയ് എന്നൊരു ശബ്ദമുണ്ടായിരുന്നു. ബ്രാഹ്മണൻ വരുമ്പോൾ ഹോയ് എന്ന ശബ്ദം, ഈ ശബ്ദം കേട്ടാൽ വഴിമാറിപ്പോകണം, ഇല്ലെങ്കിൽ അവനെ വെട്ടിനുറുക്കും ഈഴവന്. ഇത് ഈ കേരളത്തിൽ 12 മുതൽ 19 വരെയുള്ള നൂറ്റാണ്ടുകളിൽ ഈഴവ സമൂഹം അനുഭവിച്ച കഥകളാണിതൊക്കെ. ചരിത്ര പുസ്തകങ്ങളിൽ എഴുതി വെക്കപ്പെട്ട രേഖകളാണിതൊക്കെ. ഇതൊന്നും ഈ ചരിത്രം പഠിക്കാതെ മുസ്ലിമീങ്ങളുടെ നേർക്ക് കൊഞ്ഞനം കാണിക്കരുത്. ഞങ്ങളാണ് നിങ്ങളെ NSS ൽ നിന്ന് അകറ്റിയതെന്ന് പറയരുത്. നിങ്ങൾ ചരിത്രം പഠിക്കണം. നിങ്ങൾ ഏത് കാലത്താണ് നിങ്ങൾ ഇവിടെ നല്ലവരായി ഉന്നതങ്ങളിൽ ജീവിച്ചത്? ആരാണ് നിങ്ങളെ ഈ ഗർത്തത്തിലേക്ക് തള്ളിവിട്ടത്? നിങ്ങളിത് പഠിക്കണം. കോടതികളിൽ കയറാൻ ഈഴവൻ അധികാരം ഉണ്ടായിരുന്നില്ല കേരളത്തിൽ. വാദിയായിട്ടോ പ്രതിയായിട്ടോ ഒരു ഈഴവൻ ചെന്നാൽ അവനെ കോടതി മുറ്റത്തൊരു മരത്തിന്റെ ചോട്ടിൽ നിർത്തും. എന്നിട്ട് ജഡ്ജിയോ വക്കീലോ ഇവനോട് പറയേണ്ടത് ശിപായി ഉറക്കെ വിളിച്ചു പറയും. ഇവൻ പറയുന്ന മറുപടി ശിപായി വക്കീലിനോട് അല്ലെങ്കിൽ ജഡ്ജിയോട് അങ്ങോട്ട് പറയും. കോടതിയിൽ കയറാൻ ഈ നാട്ടിലെ ഈഴവൻ അധികാരം ഉണ്ടായിരുന്നില്ല. ഇങ്ങനൊരു കാലം ഉണ്ടായില്ലേ കേരളത്തിൽ? നീതിന്യായ വ്യവസ്ഥ നിങ്ങൾക്ക് കിട്ടിയിരുന്നോ? അമ്പലപ്പുഴയിൽ ഒരു പശുവിനെ കൊന്നതിന്റെ പേരിൽ 5 ഈഴവനെ കെട്ടി മരത്തിൽ തൂക്കിയ സംഭവം ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ. ഞങ്ങളല്ല ചെയ്തത്. ഇപ്പോ നിങ്ങൾ ബ്രാഹ്മണ ഫാസിസത്തിന് വേണ്ടി വഴിവെട്ടുന്നുണ്ടല്ലോ. നിങ്ങളറിയണം, അഖലാഖ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പശുമാംസം ഭക്ഷിച്ചു എന്ന് കുറ്റപ്പെടുത്തിയിട്ട് തല്ലിക്കൊന്നുകൊണ്ട് കഴിഞ്ഞ 2014-15 വർഷം തുടക്കം കുറിച്ച ആൾക്കൂട്ട കൊലപാതകം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുക. ഇന്ന് മുസ്ലിമീങ്ങളെ കൊല്ലുന്നത്. ശ്രീ വെള്ളപ്പള്ളി സാർ, ഈ ബ്രാഹ്മണ ഫാസിസം രാജ്യത്ത് അധികാരത്തിലെത്തിയാൽ ഞങ്ങളെ വിടും. ഞങ്ങൾ ഒന്നാമത്തെ ശത്രുക്കളാണ്. കമ്മ്യൂണിസ്റ്റുകാർ പിന്നെ ശത്രുക്കളാണ്. ക്രിസ്ത്യാനികൾ ശത്രുക്കളാണ്. നിങ്ങളും ശത്രുക്കളായിരിക്കും. ഇവിടെയുള്ള താഴ്ന്ന ജാതിക്കാരനൊരു സ്ഥാനവും മനുസ്മൃതി ഭരണഘടനയാക്കിയ രാജ്യത്തുണ്ടാവില്ല. ഇന്ന് അഖലാഖിനെ തല്ലിക്കൊന്നെങ്കിൽ പണ്ട് നിങ്ങളെ പശുവിനെ കൊന്നതിന്റെ പേരിൽ 5 പേരെ തല്ലിക്കൊന്ന് കെട്ടിക്ക് തൂക്കിയതുപോലെ ആ ഒരു അനുഭവത്തിലേക്ക് ഇന്ത്യ മാറിപ്പോകും. 3 തേങ്ങ കട്ടതിന്റെ പേരിലാണ് ഒരാളെ കൊന്നുകളഞ്ഞത്, കെട്ടിത്തൂക്കിയത്. ഇതൊക്കെ കേരളത്തിന്റെ ചരിത്രങ്ങളാണ്. ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ഈഴവർക്ക് പ്രവേശനമില്ല. കരമടയ്ക്കാൻ വേണ്ടി ചെന്നാൽ അവിടെ ചെല്ലുന്ന ഈഴവൻ ദൂരെ നിന്ന് വിളിച്ചു പറയണം, തമ്പുരാനെ എന്ന് വിളിക്കണം. എന്നിട്ട് ആവശ്യം പറയണം. കാശ് വച്ചിട്ട് മാറി നിൽക്കണം ദൂരെ. അപ്പോൾ ആ ഉദ്യോഗസ്ഥൻ വന്ന് കാശെടുത്തിട്ട് ഈ കരമടച്ച രസീത് അല്ലെങ്കിൽ നോട്ട് ഇത് അവിടെ വെച്ചിട്ട് പോകും. വന്നു ഈ തമ്പുരാൻ പോയി കഴിയുമ്പോൾ ഒന്ന് എടുക്കാം. ഇതായിരുന്നില്ലേ കേരളത്തിൽ ഈഴവ സമൂഹം അനുഭവിച്ച അനീതി?
ഇത് ഞങ്ങളാണോ ചെയ്തത് നിങ്ങളോട്? കുറ്റം തെളിയിക്കാൻ വേണ്ടി തിളച്ച എണ്ണയിലേക്ക് കൈമുക്കുമായിരുന്നു ഈഴവന്റെ. പാമ്പുകളെ, വിഷപ്പാമ്പുകളെ കുടത്തിൽ നിറച്ചിട്ട് കുറ്റം തെളിയിക്കാൻ വേണ്ടി, സത്യം പറയാൻ വേണ്ടി ആ കുടത്തിലേക്ക് കൈയിടിക്കുമായിരുന്നു. ഇതൊക്കെ നിങ്ങൾ ജാതീയതയുടെ പേരിൽ ഈ സംസ്ഥാനത്ത് അനുഭവിച്ചതാണ്. ഇതിൽ നിന്നൊക്കെ നിങ്ങളെ മാറ്റിയെടുത്തത്, ഇതിൽ നിന്നൊക്കെ നിങ്ങളെ മാറാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് ഇവിടെയുള്ള നവോത്ഥാന നായകരാണ്, പ്രത്യേകിച്ചും ശ്രീ നാരായണ ഗുരുവാണ്. അതുകൊണ്ട് ചരിത്രം മറക്കാതെ ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കി ഒരു നല്ല നാളേക്ക് വേണ്ടി, നല്ലൊരു കേരളത്തിന് വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും മതവിശ്വാസമാകാം. മതവികാരം പാടില്ല, മതവിചാരമാണ് വേണ്ടത്. വികാരമായാൽ അത് വ്രണപ്പെടും, മതവിചാരം വ്രണപ്പെടൂല. അതുകൊണ്ട് എല്ലാവരും അവനവന്റെ മതങ്ങളനുസരിച്ച് ജീവിക്കുക, മതവിചാരമുള്ളവരായിത്തീരുക, മതവികാര ജീവികളാകാതിരിക്കുക. ഒരു നല്ല കേരളത്തിന് വേണ്ടി, കേരളത്തിന്റെ സാമൂഹികാവസ്ഥ ഇന്ന് നിലക്കുന്ന സമാധാനവും ശാന്തിയും മുന്നോട്ടു പോകാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം, എല്ലാവരും സഹകരിക്കണം. കാരുണ്യവാനായ പടച്ചതമ്പുരാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.